15 ലക്ഷത്തിലധികം വിശ്വാസികൾ ഹജ്ജ് കർമ്മത്തിനായി മക്കയിൽ. കർമ്മങ്ങൾക്ക് ഇന്ന് തുടക്കം. മധ്യപൂർവേഷ്യയിലെ സംഘർഷങ്ങളും യാത്രാ തടസ്സങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിലും ഹജ്ജിനായി 15 ലക്ഷത്തിലധികം തീർത്ഥാടകർ സൗദി അറേബ്യയിലെത്തി. വിശ്വാസത്തിന്റെയും ഐക്യത്തിന്റെയും ആത്മീയ സമർപ്പണത്തിന്റെയും ശക്തമായ പ്രതിഫലനമാണ് ഇത്. സംഘർഷാവസ്ഥയും യാത്രാ തടസ്സങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിലും ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനായി സൗദി അറേബ്യയിലെത്തിയ അന്താരാഷ്ട്ര തീർത്ഥാടകരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെ കണക്കുകളും മറികടക്കുകയാണ്. സൗദി അധികൃതർ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇതിനോടകം തന്നെ 15 ലക്ഷത്തിലധികം തീർത്ഥാടകർ ഹജ്ജ് കർമ്മങ്ങൾക്ക് മുന്നോടിയായി രാജ്യത്ത് പ്രവേശിച്ചു കഴിഞ്ഞു. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലാ സംഘർഷങ്ങൾ മൂലം ഈ വർഷം ആദ്യം ഗൾഫ് മേഖലയിൽ വ്യോമപാതകൾ അടയ്ക്കുകയും നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കപ്പെടുകയും യാത്രാ ചെലവ് വർദ്ധിക്കുകയും ചെയ്തിരുന്നു. UAE, ഖത്തർ, ബഹ്റൈൻ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെ വിമാന കമ്പനികൾ ഹജ്ജ് യാത്രകൾക്ക് ആവശ്യമായ സർവീസുകൾ സമയബന്ധിതമായി പുനഃസ്ഥാപിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ വാർഷിക മതസമ്മേളനങ്ങളിലൊന്നായ ഹജ്ജിനായി എത്തുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികൾക്ക് സുരക്ഷ, ഗതാഗതം, ആരോഗ്യ സേവനം, താമസ സൗകര്യം എന്നിവ ഉറപ്പാക്കുന്നതിനായി സൗദി ഭരണകൂടം വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തുന്നത്. പ്രതിസന്ധികളും അനിശ്ചിതത്വങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിലും ലോകമെമ്പാടുമുള്ള മുസ്ലിം സമൂഹത്തിന്റെ ആത്മീയ പ്രതിബദ്ധതയും വിശ്വാസ ശക്തിയും തെളിയിക്കുന്നതാണ് ഈ വർഷത്തെ വലിയ ജനപങ്കാളിത്തം. ഒമാൻ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ജലീൽ മടവൂർ, KMIC ന്യൂസ്.